ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളീയ വിശ്വാസികളായ സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണെന്ന്. കന്യകമാർ നല്ലൊരു ഭർത്താവിനെ കിട്ടാനും വിവാഹിതരായവർ ഭർത്താവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും അമ്മമാർ മക്കൾക്കുള്ള നന്മയ്ക്ക് വേണ്ടിയും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊരു ദിവസം കൂടിയാണിത്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. ഇന്നാണ് നമ്മുടെ ശിവഭഗവാന്റെ ജന്മനാൾ. ആ ദിവസം തന്നെയാണ് പാർവതി ദേവി സ്വയം പൂജ ചെയ്ത് ഭർത്താവായി ശിവഭഗവാനെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ സ്ത്രീകൾ തിരുവാതിര നോൽക്കുന്നുണ്ട്. അപ്പോൾ തിരുവാതിര ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീച്ചത്. അപ്പം അമ്പലത്തിൽ പോകാനുള്ള ഇതിലാണ്. അമ്മ ആദ്യം പോയിട്ട് വരികയാണ്, പിന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അമ്മ പണിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് കുറച്ച് പണികളൊക്കെ തീർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഭക്ഷണമൊക്കെ ചായ കുടിക്കാൻ ഞങ്ങൾ കുളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ പണിയിലേക്ക് കിടക്കാം കേട്ടോ. തിരുവാതിരയുടെ ഐതിഹ്യങ്ങളിലൊന്നാണ് ശിവഭഗവാൻ കാമദേവനെ നിഗ്രഹിച്ചപ്പോൾ രതിദേവിയുടെ പ്രാർത്ഥനയിൽ ഇഷ്ടപ്പെട്ട് കാമദേവന് പുനർജന്മം നൽകിയതായ ഐതിഹ്യങ്ങളും കേൾക്കാറുണ്ട്. പിന്നെയുള്ളത് ബ്രാഹ്മണ കന്യകയെ വിധവയാക്കിയ സങ്കടത്തിൽ പാർവതി ദേവി യമരാജാവിനോട് നേരിട്ട് യുദ്ധം നടത്തി അവരുടെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു നൽകാമെന്നുള്ള ദിവസവും കൂടി ഇന്നായിരുന്നു. സ്ത്രീകളുടെ ഓണം എന്നും കേൾക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് പോകാനുള്ള എൻ്റെ തയ്യാറെടുപ്പാട്ടോ. ഞാൻ വേഗം കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറി കേട്ടോ. അപ്പോൾ ഇന്ന് അരിയാഹാരമില്ല. ഉച്ചയ്ക്ക് ചേനയും പച്ചക്കറിയൊക്കെയാണ്. അപ്പോൾ പറയുമ്പോഴാണ് പണ്ട് കാലങ്ങളിൽ 8-10 കിഴങ്ങുകളൊക്കെ വേവിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ച് പിന്നെയുള്ളതാണ് വീട്ടുകാർ കഴിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് ചേനയും ചെറുപയറിട്ട പുഴുക്കാട്ടോ, പിന്നെ ചപ്പാത്തിയും ഇതൊക്കെയാണ്. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം. പിന്നെ പണ്ട് കാലങ്ങളിലുള്ള കൂവപ്പൊടി കൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാറുണ്ട്. ഇപ്പം നല്ലൊരു കൂവപ്പൊടി. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാട്ടോ പോകുന്നത്. അപ്പോഴത്തെ മോള് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പാലൊക്കെ കൊടുത്തിട്ടാട്ടോ ഞാൻ പോകുന്നത്. നീ കരേണ്ടെന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്ക് വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പണിയെടുക്കണമല്ലോ, അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ പോകുന്ന ഇടയിൽ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോവാട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ വണ്ടിയിൽ ഇരുന്നിട്ടൊരു പാട്ടൊക്കെ പാടുന്നത് ഡ്രൈവ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടോ. പുത്തൂർ ശ്രീ ദുർഗ ക്ഷേത്രമാട്ടോ ഞങ്ങൾ പോയേ. അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടോ. ഈ അമ്പലത്തിൽ ഞങ്ങൾ മഞ്ചാടി വാരിട്ടോ. മഞ്ചാടി വാരിയൊരു ഐതിഹ്യം ഉണ്ടെന്ന് കേട്ടോ പറയുന്നത്. അമ്മമ്മ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു മഞ്ചാടി കൃഷ്ണന് സമർപ്പിച്ചു. അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട ദൈവം അത് ഒരു ആചാരമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതിനൊരു സയൻസ് വശം കൂടി ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയും. കൈയും കണ്ണും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനൊന്നുമില്ലല്ലോ, അപ്പോൾ ഇതുകൊണ്ട് കളിക്കാമെന്നൊക്കെയാണ്. പിന്നെ അതിൽ എണ്ണ അങ്ങനെയൊക്കെ ഓരോന്നാണ്. ഭക്തി അതിൻ്റെ കൂടെ തന്നെ സയൻസിനും ഇതിന് പങ്കുണ്ട് കേട്ടോ. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ കുറേ മീനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണാനായിട്ടോ നല്ല മീനാണുള്ളത്. മൊത്തം വന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലാണ് മീനുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഭയങ്കര പേടിയേനു. അപ്പോൾ കുറച്ച് പേടിച്ചിട്ടുള്ള കുറച്ച് തമാശ രീതികളൊക്കെ ആട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചിട്ടോ. എന്താ വെച്ചാൽ വന്നിട്ട് പണിക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തിയിട്ടോ. വൈകിട്ട് വിളക്ക് കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ചൊല്ലുന്നത് വീടിന് ഐശ്വര്യം നൽകുന്ന
പറഞ്ഞ് കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാതിരുന്ന് നാമം ജപിക്കുന്നതൊക്കെ വീടിന് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ രാത്രിയിൽ തിരുവാതിര കളിക്കാർ വരുമായിരുന്നു പണ്ട്. എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. നിങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ടോ അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലളിത സഹസ്രനാമം അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരാൾക്കും അതിന് സമയമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ, എൻ്റെ അച്ഛമ്മ ഭയങ്കര വിശ്വാസിയുണ്ട്. എൻ്റെ അച്ഛമ്മ അമ്മയ്ക്ക് പകർന്നു കൊടുത്തത് എൻ്റെ അമ്മ എപ്പോഴും ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.